നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളും പ്രകൃതി ചികിത്സയും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂരിലെ രാമവർമ്മ പ്രകൃതി ജീവന കേന്ദ്രത്തിലെ കൺസൾട്ടൻ്റായ ഡോക്ടർ ടി.എൻ. അനീജയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളിപ്പോൾ ഒരുപക്ഷെ ആ ഒരു വേർഡ് കേൾക്കാത്തവർ ഒരുപക്ഷെ ഇല്ല. നമുക്കറിയാം, ഒരു വീട്ടിലൊരാളെങ്കിലും പ്രമേഹ രോഗികളായിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ പ്രകൃതി ചികിത്സയിൽ യഥാർത്ഥത്തിൽ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എല്ലാവരും സാധാരണ കേട്ടിട്ടുണ്ടാവുന്നൊരു വാക്കാണ്. ചികിത്സ എന്നതിനേക്കാൾ ഒരു ജീവിത രീതിയാണത്. ജീവിത രീതി തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതാണ് നമ്മളെ എന്ത് അസുഖങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നാണ് പ്രകൃതി ജീവനം പറയുന്നത് തന്നെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെ തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളെയും പ്രകൃതി ചികിത്സകർ ഉപമിച്ചിരിക്കുന്നത്. അതായത് അമിത ഭക്ഷണമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. അമിത ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷമാലിന്യങ്ങളാണ് പിന്നീട് രോഗമായി വരുന്നതെന്നാണ് പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അമിത വിഷം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അടിഞ്ഞുകൂടാതെ ശ്രദ്ധിക്കുകയും അതിനെ അടിഞ്ഞുകൂടിയതിനെ പുറന്തള്ളുകയും ചെയ്താൽ തന്നെ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഈ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യ കാരണം. അതെ, തീർച്ചയായിട്ടും മാഡം, നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി എന്നുള്ള നിലയിൽ എന്തൊക്കെ അസുഖങ്ങളായിരിക്കും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാം? ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണപ്പെടുന്നത് അമിതവണ്ണം, പൊണ്ണത്തടി, പ്രമേഹം, പിന്നെ കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP. മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് പൊതുവെ ഏത് ചെറിയ കുട്ടി മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാണാവുന്ന അസുഖങ്ങൾ ഇതെല്ലാമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, പ്രമേഹം കൂടി അത് ഡയബറ്റിക് ന്യൂറോപ്പതിയായും നെഫ്രോപ്പതിയായും എല്ലാം മാറുന്നൊരവസ്ഥയും, BP കൂടിയിട്ടും അതുപോലെ കൊളസ്ട്രോൾ കൂടി കുഴഞ്ഞു വീണ് മരിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെയാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാം, നമ്മൾ പൊണ്ണത്തടി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കേരളത്തിൽ പൊണ്ണത്തടി കാരണം ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളെ തന്നെയാണ് മുഖ്യമായും ആശ്രയിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ പൊണ്ണത്തടി ആകുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് പൊണ്ണത്തടി ഉണ്ടാകുന്നു? അതിൽ ഭക്ഷണത്തിൽ എന്തുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നന്നായിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ഒരിക്കലും അച്ഛനമ്മമാർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലില്ല. തീർച്ചയായിട്ടും. പിന്നെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മറ്റൊന്നിനും ടൈമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും വ്യായാമത്തിൻ്റെ ഒരു കുറവ് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ അപൂർവമാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലേക്ക് നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മോസ്റ്റ്ലി അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നായിരിക്കും. ഹോട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ കോളേജ് മെസ്സിൽ നിന്നാണെങ്കിൽ പോലും നോൺ വെജിറ്റേറിയനും അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, എണ്ണ വറുത്ത പലഹാരങ്ങളെല്ലാം വളരെയധികം കഴിക്കുന്നൊരു സമൂഹമാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് മെയിനായിട്ടും വണ്ണം കൂടുന്നതിൻ്റെ ഒരു റീസൺ. തീർച്ചയായിട്ടും നമ്മളൊരു അമിതവണ്ണമുള്ള ഒരാൾ ഒരു പ്രകൃതി ജീവന കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഫസ്റ്റ് അസസ്മെന്റ്? ഒരു തടി കുറയ്ക്കാനായിട്ട് എത്ര നാൾ വേണ്ടി വരും? അപ്പോൾ അവിടെ ഒരു ജീവന കേന്ദ്രത്തിലേക്ക് അവർ ഒരു പക്ഷേ അഡ്മിറ്റ് ആയിട്ടായിരിക്കും പലപ്പോഴും ചികിത്സ തേടുക. അപ്പോൾ എത്ര നാൾ അവിടെ താമസിച്ച് ചികിത്സിക്കേണ്ടി വരും? ഏറ്റവും കുറഞ്ഞത് 10 days, 10 ദിവസമാണ് പറയുന്നത്. 10 തൊട്ട് 21 ദിവസം വരെയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു 4 തൊട്ട് 5 കിലോ വരെ കുറയുന്ന അവസ്ഥയുമുണ്ട്. അവരുടെ ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ജീവനത്തിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭക്ഷണത്തിന് പുറമെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതായത് സ്പൈനൽ ബാത്ത്, ഹിപ്പ് ബാത്ത് തുടങ്ങിയ ചികിത്സാ രീതികളുണ്ട്. പിന്നെ ഫാസ്റ്റിംഗ്, ഉപവാസം, ഭക്ഷണത്തിൽ കൺട്രോൾ കൂടാതെ തന്നെ ജലം കുടിച്ചുകൊണ്ടുള്ള, അതായത് ശുദ്ധജലം കുടിച്ചുകൊണ്ടുള്ള ഉപവാസ രീതിയും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അത് പിന്തുടരുന്നത് ഒരു 3 to 4 days ഒക്കെ ആയിരിക്കും കൊടുക്കുക. പിന്നെ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി കൊള്ളുന്നൊരു ചികിത്സാ രീതിയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിച്ചിൽ പോലുള്ള കാര്യങ്ങൾക്ക് പോവുകയുള്ളൂ.
ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ സ്വീഡിഷ് മസാജാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാഡം. ഇപ്പോൾ ഒരാൾ അമിതവണ്ണമുള്ള ഒരാൾ അപ്പോൾ ഒരു പ്രകൃതി ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവർ ഒരു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ബിസി ലൈഫിലകത്ത് ഒരു 30-15 ദിവസമൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം പല ആൾക്കാർക്കും നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്താണെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റും. അപ്പോൾ ഈ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കുന്നത്? പലപ്പോഴും ഈ ഫാസ്റ്റിംഗ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഉപവാസം പോലെയുള്ള ട്രീറ്റ്മെന്റ് രീതികൾ കുട്ടികളിലും നമുക്ക് പരീക്ഷിക്കാൻ പറ്റും? ഒരു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം നമുക്ക് ഫാസ്റ്റിംഗ് കൊടുക്കാവുന്നതാണ്. അതിന് മുൻപുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണ രീതിയിൽ തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുകയും യോഗ പ്രാണായാമം അഭ്യസിക്കുന്നതിലൂടെയും അവരെ ഒരു പരിധിവരെ അവരെ വണ്ണം കൂടുന്നതിന് പലപ്പോഴും നമുക്കറിയാം ഭക്ഷണം നിയന്ത്രിക്കുന്നത് മാം പറഞ്ഞു ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുന്ന സമയത്ത് ഈ പേഷ്യൻസ് ഉണ്ടാകുന്ന പലപ്പോഴും പല ആൾക്കാരും പറയുള്ളത് എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഫീലിങ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഭക്ഷണ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കടുത്ത രീതിയിലുള്ളൊരു നിയന്ത്രണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണം, പക്ഷെ അത് എണ്ണ വളരെ കുറഞ്ഞ് പക്ഷെ കൂടുതൽ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അരിഭക്ഷണം കുറച്ച്, അതായത് ഇന്നത്തെ കുത്തരിയെല്ലാം ഉപേക്ഷിക്കാൻ അവരെ നിർബന്ധിക്കുകയും പകരം ഉണക്കലരിയോ പൊന്നിയരി ഇവ കൊണ്ടുള്ള ചോറുണ്ടാക്കുക, ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതിലിപ്പോൾ മൈദയെല്ലാം കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കൂടുകയുള്ളൂ. കാരണം അതിനകത്ത് ഫൈബർ ഇല്ലാത്തതുകൊണ്ട് നാര് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന അത് ശരീരത്തിൽ ദഹിക്കാതെ വരികയും അത് പിന്നീട് കൊഴുപ്പായി മാറി ശരീരത്തിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഫൈബർ റിച്ച് അല്ലാത്ത ഫുഡ് നമ്മൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക. പകരം കൂടുതൽ ഫൈബറുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കരിഞ്ഞ പച്ചക്കറികൾ, റോ സാലഡ് അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച പകുതി വേവിച്ച വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാഡം. ഇപ്പോൾ ഒരു തടിയുള്ള ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കില്ല, വളരെ ലിമിറ്റഡ് ഭക്ഷണമേ കഴിക്കാറുള്ളൂ എന്ന് പറയാം. പക്ഷേ കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നാലും ചിലർക്ക് അമിതമായിട്ട് തടി വെക്കുന്ന ഒരു പ്രത്യേക ആൾക്കാരുണ്ട്. എന്താണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യുക? ഒരു പരിധി പാരമ്പര്യമാകാം, ഇത് ജീനിൻ്റെ ഒരു പ്രശ്നം വരാം. പക്ഷെ കൂടുതലും അവരുടെ എക്സസൈസ് ഇല്ലായ്മ തന്നെയായിരിക്കും. വ്യായാമം ചെയ്യാനായിട്ട് എല്ലാവർക്കും മടിയാണ്. അല്ലെങ്കിൽ 2 ദിവസം അവർ വ്യായാമം ചെയ്യും, 3-ാം ദിവസം അവർക്ക് വ്യായാമം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുപോലെ നടക്കാൻ പോകുന്നവരാണെങ്കിലും 2 ദിവസം നടക്കാൻ പോകും, പിന്നീട് പോവില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അത് എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം യോഗയിൽ തന്നെ യോഗാസനങ്ങൾ ചെയ്യണമെന്നില്ല. വിത്ത് എന്താ പറയുക പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് കൺട്രോൾ കൊണ്ട് മാത്രം അതും കുറച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ തന്നെ വണ്ണം കുറയും. അമിതവണ്ണമുള്ളവർക്ക് ഒരു 3 months എങ്കിലും, അതായത് സാധാരണ ഭക്ഷണം കൺട്രോൾ ചെയ്തതിനും കുറയാത്തവർക്ക് മറ്റ് തെറാപ്പികളും ചെയ്ത് 3 months എങ്കിലും ഫോളോ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും മാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, മുഹമ്മദ് വിളിക്കുന്നേ. ഡോക്ടർ നമ്മുടെ കൊണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. മുഹമ്മദ് എന്ന് പറയും, കോതമംഗലം. പറയൂ സാർ. അടിവയറിന്റെ സൈഡിലിരുന്ന ചെറിയൊരു വിങ്ങലുണ്ട്. അടിവയറിന്റെ അടിവശത്ത് ചെറിയൊരു വിങ്ങലുണ്ട്. ചില സമയത്ത് വേദനയുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ പറഞ്ഞോളൂ. നമുക്കത് ഒരു നീർക്കെട്ടൊക്കെ കയറി ഒരു വേദന ഉണ്ടാവാറുണ്ട്. നമുക്കൊരു പ്രകൃതി ചികിത്സക്ക് പറ്റിയത് നമുക്കെന്തൊരു പ്രകൃതി ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പൊ എന്താണ് അതിന്റെ ഒരു പ്രതിനിധി മരുന്ന്? സാർ, നമ്മളിപ്പോൾ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സാറിനുണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ, ഡോക്ടറുള്ള നിലയിൽ സാറിന് പുള്ളിയുടെ അടിവയറിൽ ഇത്തരത്തിലുള്ള വിങ്ങൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താണ് അതിന് നമുക്കൊരു പ്രതിനിധി പറയാനുള്ളത്? ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. അടിവയറിൽ വേദന ഒരുപക്ഷെ നീര് കെട്ടിയത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ വേദന കുറയുന്നതുവരേക്കും രാത്രി ഭക്ഷണം, വേവിച്ച ഭക്ഷണവും അരിയാഹാരവും ഒഴിവാക്കി കൂടുതലും പച്ചക്കരിഞ്ഞ പച്ചക്കറികളോ
അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ മാത്രമാക്കുക. ഷുഗറോ അതായത് പ്രമേഹമുള്ള വ്യക്തിയാണെന്ന് അറിയില്ല, പ്രമേഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ വേദന കുറയുന്ന അത്രയും ദിവസം തുണി നനച്ച് വയറിന് ചുറ്റും കെട്ടിവയ്ക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും മാഡത്തിന്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. മാഡം നമ്മൾ പറഞ്ഞ പ്രകൃതി ഈ ചികിത്സയിലെ മാഡം പറഞ്ഞതുപോലെ പൊണ്ണത്തടിക്ക്, ഏത് വലിയ പൊണ്ണത്തടിക്കും നമുക്ക് ഒരു പരിഹാരം യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനത്തിലൂടെ ഉണ്ടാകുമോ? ഇപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള ഇപ്പോൾ മറ്റ് കോമോബിഡിറ്റി, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവാം, മറ്റേതെങ്കിലും അസുഖങ്ങൾ ബാധിച്ച് ഉള്ള തടികളും നമുക്ക് ഈ നമ്മുടെ പ്രകൃതി ജീവനം വഴി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ വഴി ചികിത്സിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ തകരാറ് കൊണ്ടുണ്ടാവുന്ന പൊണ്ണത്തടിക്കും അല്ലെങ്കിൽ അമിതവണ്ണം വെച്ചിട്ട് വരുന്നവർക്കും, അതുപോലെ PCOD എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനം കൊണ്ട് അവരെ ആർത്തവ സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാവുന്ന അമിതവണ്ണത്തിനും പ്രകൃതി ചികിത്സയിൽ പ്രതിവിധിയുണ്ട്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിന് വേണ്ടിയിട്ടും, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം ക്രമീകരിക്കാനും അത് സാധാരണ നിലയിലേക്ക് ആക്കി കൊണ്ടുവരാനും ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അതുപോലെ മുദ്രകളിലൂടെയും യോഗമുദ്രകളിലൂടെയും നമുക്ക് സാധിക്കും. അതുപോലെ PCOD അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടിലൂടെ ഉണ്ടാകുന്ന അമിതവണ്ണത്തിനും നമുക്ക് തീർച്ചയായിട്ടും ഈ വ്യായാമമുറ അല്ലെങ്കിൽ യോഗ ആസനങ്ങൾ ചെയ്യുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പിന്നെ ജലം വെച്ചിട്ടുള്ള ജലചികിത്സ അല്ലെങ്കിൽ ഹൈഡ്രോതെറാപ്പിയിലൂടെയും നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയാം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിന് വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള യോഗമുദ്രകളും, അതായത് ശംഖുമുദ്ര എന്ന് പറയും, ആ മുദ്ര ചെയ്യുന്നതിലൂടെയും പിന്നെ ബ്രീത്തിങ്, ദീർഘശ്വസനം വഴിയും, ദീർഘശ്വസനം ഒരു 30 തൊട്ട് 50 പ്രാവശ്യം വരെ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയും, അതുപോലെ തന്നെ തുളസിയില, അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഇലകളും അല്ലെങ്കിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിലൂടെയും നമുക്ക് അവരുടെ സാധാരണ ഒരു ബോഡി വെയ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് അമിതവണ്ണം ഉള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു വരുമെന്നാണ്. അപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം എന്തായിരിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് എന്തായിരിക്കണം, ഡിന്നർ എന്തായിരിക്കണം, അല്ലെ ഇടനേരത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എപ്രകാരമുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി കഴിക്കാം, അതൊന്ന് നമുക്ക് ഒരു പ്രകൃതി ജീവനം വഴി അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. അതായത് രാവിലെ നമ്മൾ 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നുള്ളൂ. പക്ഷെ അത് കൂടാതെ തന്നെ രാവിലെ ഒരു ഏർലി മോർണിംഗ് ഒരു 6 AM വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില, പടവലങ്ങ, നെല്ലിക്ക, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഓരോ പീസ് മതി, ഒരു നെല്ലിക്ക, ഒരു 10 ഇതൾ കറിവേപ്പില, ഒരു അരക്കഷ്ണം പടവലങ്ങ, ഇതിൻ്റെ ജ്യൂസ് എടുത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മളെ കൊഴുപ്പിനെ, അടിഞ്ഞൊഴിക്കുന്ന കൊഴുപ്പിനെ പുറന്തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പടവലങ്ങയാണ് അതിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകം. പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലും പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് ജോലിക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ഏത്തപ്പഴം മാത്രം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ ഇടനേരത്തുള്ള ഭക്ഷണം ഉപേക്ഷിക്കുക. അതായത് ചിലർക്ക് ഓഫീസിലേക്കാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപ്പോട അങ്ങനെ സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതിന് പകരം ശുദ്ധജലം അല്ലെന്നുണ്ടെങ്കിൽ തുളസിയിലയുടെ തിളപ്പിച്ച വെള്ളം കൊണ്ടുപോയിട്ട് അത് കുടിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ചപ്പാത്തി ആയിരിക്കും. കാരണം നമ്മൾ ഭക്ഷണം വേവിച്ച് 3 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതിനെ ഒരിക്കലും പ്രകൃതി ജീവന രീതി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് സ്പോയിലായിട്ടുണ്ടാവും എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ 2 ചപ്പാത്തിയും അതിൻ്റെ കൂടെ പച്ചക്കറി സാലഡുകളും വേവിച്ച പച്ചക്കറികൾ, അതായത് ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ടപ്പിയോക്ക എന്ന് പറയും, മരക്കിഴങ്ങ്, ഇതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം കൂടുതലായിട്ട് വെജിറ്റബിൾസ്, കൊത്തമര, പടവലങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം വേവിച്ച്
തേങ്ങയെല്ലാം ചേർത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി കുരുമുളകെല്ലാം ചേർത്തിട്ട് അവിയൽ പോലെ ഉണ്ടാക്കി അത് പിന്നെ ഇഞ്ചി പുതിനയെല്ലാം മല്ലിയിൽ ചേർത്തൊരു ചമ്മന്തിയും കൊണ്ടുപോകും. വൈകിട്ട് വന്നതിന് ശേഷം വൈകിട്ടത്തേക്ക് പോകാം. ഒരു കോൾ കൂടെ വെയിറ്റ് ചെയ്തിരിക്കണം. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? മാഡം ആ കോൾ. പറയൂ മാഡം. ഹലോ ഡോക്ടർ നമ്മോടൊപ്പം സംശയം ചോദിച്ചോളൂ, പറയൂ. ഹലോ കേൾക്കാമോ മാഡം? ഹലോ, ഞാൻ തകഴിന്ന് അപർണയാണേ. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. പറയൂ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് 18 വയസ്സുണ്ട്. ഹലോ, എനിക്ക് 18 വയസ്സുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ അപർണ. എനിക്ക് 18 വയസ്സുണ്ട്. ശരി. അപ്പോ അത്യാവശ്യം അത്യാവശ്യം വണ്ണമുള്ളൊരു കുട്ടിയാ ഞാന്. പറയൂ, പറഞ്ഞോളൂ. മാഡം ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. ഇവിടെ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നൊന്ന് പറയാമോ? 18 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ മാഡത്തിന് വയറിന് ചുറ്റാകെ തടി കൂടിയിട്ടുണ്ട്. അതല്ലേ മാഡം ഉദ്ദേശിക്കുന്നത്? ഭക്ഷണത്തിൽ കൂടി വണ്ണം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നൊന്ന് പറയാമോ? പറയാം. വയറിൽ മാത്രമാണ് വയറ് കൂടുതൽ ചാടി കിടക്കുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? അല്ല, അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു കുട്ടിയാണ് ഞാൻ. നല്ല വണ്ണമുള്ള കുട്ടിയാണ് അല്ലേ? മെൻസസ് എല്ലാം നോർമൽ ആയിട്ട് പോകുന്ന പറയൂ. അപ്പോ എന്റെ ഫാമിലിയില് അച്ഛന് നല്ല വണ്ണമുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഫാമിലിയില് മെൻസസ് ഒക്കെ നോർമലാണ്. അതെ. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മെൻസസ് ഒക്കെ നോർമലാണ്. കേട്ടു. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ടെസ്റ്റ് ചെയ്ത് നോക്കി. തൈറോയ്ഡ് ഇല്ലായിരുന്നു. തൈറോയ്ഡ് ഇല്ല. എന്തെങ്കിലും എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വ്യായാമങ്ങൾ? പറഞ്ഞോളൂ മാഡം. ഇപ്പോൾ 18 വയസ്സുള്ള ഒരു യുവതി, അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ശരീരം മൊത്തം അല്ലെങ്കിൽ തണ്ണ തടികളാണ്, ഫാമിലി ഹിസ്റ്ററി തടിയുണ്ട്, ബാക്കിയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്താണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ അവർക്ക് പ്രകൃതി ജീവനത്തിലൂടെ നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കും? രാവിലെ പറഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ അവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. രാവിലെ പറഞ്ഞതുപോലെ പടവലങ്ങ ജ്യൂസ് കഴിക്കാം. അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് ചൂടുവെള്ളത്തിൽ നാരങ്ങ ചേർത്തിട്ട് തേനോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കാതെ വെറുതെ ചൂടുവെള്ളത്തിൽ 2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉച്ചയ്ക്കിപ്പോൾ പറഞ്ഞതുപോലെ ചപ്പാത്തിയും വെജിറ്റബിൾസും കഴിക്കാം. വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ മാത്രം ആക്കുക. അതും 6 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും രാത്രി അത്താഴം കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ സൂര്യൻ അസ്തമിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിഞ്ഞിരിക്കണം എന്നാണ്. അത് യോഗ ഫിലോസഫിയിൽ പറയുന്നുണ്ട്, പ്രകൃതി ജീവൻ രീതിയിലും പറയുന്നുണ്ട്. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്കും രാവിലെ കഴിച്ചതുപോലെ ജ്യൂസ് കുടിക്കാം. ഹോട്ട് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ പടവലങ്ങയോ നെല്ലിക്ക കറിവേപ്പില ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഈ രീതി ഫോളോ ചെയ്യുകയും രാവിലെ ഒരു 6:30-7 ആകുമ്പോഴത്തേക്കും ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും ദീർഘശ്വസനം മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വായിലൂടെ പുറത്ത് കളയണം. അത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് മാക്സിമം വയറും ലങ്സും ഫിൽ ചെയ്യുക. വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് എത്രമാത്രം അകത്തേക്ക് ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കുക. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച 10 പ്രാവശ്യം വീതവും പിന്നീട് കൂട്ടി 30 പ്രാവശ്യം വരെയെങ്കിലും ഈ ദീർഘശ്വാസന രീതി ശീലിക്കുകയും ചെയ്താൽ 1 മാസത്തോളമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇതേ ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വണ്ണം ഒരു പരിധിവരെ കുറയുന്നതാണ്. മേഡം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആഹാര രീതിയെ കുറിച്ചാണ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഉച്ചയ്ക്ക് ലഞ്ചിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു സാധനം, രാവിലെ എല്ലാവരും ഇപ്പോൾ കേരളീയർ സാധാരണഗതിയിൽ കുടിക്കുന്നതാണ് ഈ ചായ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ഉപയോഗം. അപ്പോൾ മാഡം എന്തുകൊണ്ടോ ആ പഞ്ചസാരയുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണോ? ഇല്ല, തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരനെ വെളുത്ത വിഷം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു വിധത്തിലുള്ള കലോറിയും കിട്ടുന്നില്ല നമുക്ക്. ഒരു ടേസ്റ്റ് മേക്കർ എന്ന രീതിയിൽ മാത്രം, അതായത് കുറേ മധുരം
തരാം എന്നല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള ന്യൂട്രിയൻസും നമുക്ക് പഞ്ചസാരയിൽ നിന്ന് ലഭിക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയോ തേനോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചായ, കോഫി ഇത് രണ്ടും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇതൊരു ഉത്തേജനമാണ്. നമുക്ക് തന്നെ അറിയാം, 2 ദിവസം ചായ കുടിച്ച് 3-ാം ദിവസം ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയാണ് അല്ലേ. തലവേദന, ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നത് പോലെ തന്നെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കൂടുതലും പച്ചക്കറി ജ്യൂസും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട് ജ്യൂസും എല്ലാമായി ഭക്ഷണ രീതി ക്രമീകരിച്ച് നമ്മുടെ ഹെൽത്ത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശീലിച്ച് വന്നിരുന്നത് തെറ്റായ ഭക്ഷണ രീതിയാണെന്ന് മനസ്സിലുള്ളത്. അനുഭവിച്ച് തന്നെ അറിയാം. തീർച്ചയായിട്ടും ഒരു കോളൂടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, നേരെ സംസാരിക്കുന്നേ? ആ കോള് കട്ടായി തോന്നുന്നു. മാം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈവനിങ് എന്തായിരിക്കണം? മാം നേരത്തെ പറഞ്ഞു 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈവനിങ് ഉള്ള ഭക്ഷണം എപ്രകാരമായിരിക്കണം? അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. പൊണ്ണത്തടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സ് ആയിരിക്കും ഏറ്റവും അനുയോജ്യം. അതെ, ഏത് സീസണൽ ഫ്രൂട്ട്സ് ഏതാണെങ്കിലും കഴിക്കാം. മാമ്പഴം ആകുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ ലിമിറ്റിൽ മാത്രമേ കഴിക്കാൻ പറയുന്നുള്ളൂ. കാരണം അതിൽ ഒരു പെട്ടെന്ന് വണ്ണം കൂട്ടാനുള്ള ടെൻഡൻസി ഉണ്ട് മാമ്പഴത്തിലുള്ള മിനറൽസും. നമുക്ക് പല സുലഭമായിട്ട് കിട്ടുന്ന ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിങ്ങ, പൈനാപ്പിൾ ഇതുപോലെയുള്ളത് എല്ലാം കഴിക്കാം. പക്ഷേ പഴവർഗ്ഗങ്ങളിൽ മധുരമുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ മധുരമുള്ളത് മാത്രവും പുളിയുള്ളത് കഴിക്കുമ്പോൾ പുളിയുള്ളത് മാത്രം. കാരണം ഇതിൻ്റെ രണ്ടിനും ഘടനകളിലുള്ള വ്യത്യാസമാണ്. അത് പുളിയുള്ള വസ്തുക്കളിൽ കൂടുതൽ ആസിഡ് നേച്ചറാണ്. അതിനകത്ത് ആസിഡ് ആയിട്ടുള്ള കണ്ടൻസ് കൂടുതലും. മധുരമുള്ള പഴവർഗ്ഗങ്ങളിൽ ആൽക്കലൈൻ കണ്ടൻസാണ് കൂടുതൽ. അപ്പോൾ ഏറ്റവും ബെറ്റർ മധുരമുള്ളത് കഴിക്കുമ്പോൾ മധുരമുള്ളത് മാത്രം. ഇപ്പോൾ പഴമാണെങ്കിൽ റോബസ്റ്റ പഴം 3-4 കഴിക്കാം. അല്ലെങ്കിൽ ഏത്തപ്പഴമാണെങ്കിൽ 1-2 കഴിക്കാം. ആപ്പിളാണെങ്കിൽ 1-2 കഴിക്കാം. ഇങ്ങനെ കഴിച്ചു പോകുന്നതായിരുന്നു നല്ലത്. അതല്ല, ഇനിയിപ്പോൾ ഈന്തപ്പഴം കഴിക്കാനാണെങ്കിൽ 4-5 ഈന്തപ്പഴവും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും മാത്രം കഴിക്കാം. തീർച്ചയായിട്ടും. നമുക്ക് പറയാം, നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഒരുപക്ഷെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണ്. അവരോട് മാഡം എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. വ്യായാമം, അതായത് യോഗയോ നടത്തമോ നീന്തലോ അല്ലെങ്കിൽ ജോഗിങ്ങോ ഏതെങ്കിലും ഒരു വ്യായാമം ഡെയിലി ഒരു 1 അവർ, 1 മണിക്കൂർ പറ്റുമെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ യോഗയും യോഗാസനങ്ങളും പ്രാണായാമം എല്ലാം ആണെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ദിവസവും ചെലവഴിക്കുക. പുറമേ നിന്നുള്ള ഭക്ഷണ രീതികൾ വളരെ കുറയ്ക്കുക. നമ്മളുടെ പുതിയ തലമുറയെയും അത് ശീലിപ്പിക്കുക. ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികളെല്ലാം കൂടുതലായിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ ചിട്ടയായൊരു ശീലം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് രാത്രി ഭക്ഷണം നേരത്തെ ആക്കി രാത്രി നേരത്തെ ഉറങ്ങി ഉള്ളൊരു ശീലവും എല്ലാമായി പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യും. അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും, കുഴഞ്ഞു വീണ് നേരത്തെ കൊച്ചുകുട്ടികൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നൊരവസ്ഥയുള്ളതെല്ലാം മാറുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും മാഡം. ഇപ്പോൾ മാഡം ഈ നോൺ വെജിറ്റേറിയൻസ് ഒരുപാട് കഴിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലാണ്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ പ്രകൃതി ചികിത്സയിൽ പറയുന്നുണ്ടോ? മീനും നമുക്ക് അതിനകത്ത് നിന്ന് വേർപെട്ട് തന്നെ നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. മത്സ്യം, മാംസം എല്ലാം തന്നെ പ്രകൃതി ജീവന രീതി ഉപേക്ഷിക്കാൻ പറയുന്ന ഒന്നാണ്. ഒരിക്കലും ഇതിൽ നിന്നും ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ചത്ത ശവമല്ലേ ശരിക്കും നമ്മൾ കഴിക്കുന്നത്. അത് കഴിക്കുന്നതിനേക്കാൾ നോൺ വെജിറ്റേറിയൻ അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും മാഡത്തിന്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന് ഇനി അവസരത്തിൽ വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.